ആദ്യമേ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോമിനി ജോണി. ഞാൻ പുന്തല തിരുഹൃത മലങ്കര കത്തോലിക്ക ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. അത് വെറുതെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു പോയി. പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പിന്നെ 2023 ഒക്ടോബറിൽ എനിക്കൊരു കൃപാസനത്തിൻ്റെ പത്രം കിട്ടി. ഞാനത് വായിച്ചപ്പോൾ OET IELTS വിവിധ പരീക്ഷകളിൽ എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനേക പ്രാവശ്യം എഴുതി പരാജയം സംഭവിച്ച് കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് കുഞ്ഞുങ്ങൾ ജയിച്ചതായിട്ട് വായിക്കുവാൻ സാധിച്ചു. അപ്പോഴേ എനിക്കും തോന്നി കൃപാസനത്തിലൊന്ന് വരണമെന്ന്. കാരണം എൻ്റെ മകന് 2023 നവംബറിൽ CA എക്സാം എഴുതാൻ തയ്യാറാവുകയാണ്. ആദ്യം അവനൊന്ന് എഴുതിയിരുന്നു, അത് പരാജയപ്പെട്ടു. രണ്ടാമത്തെ പരീക്ഷ പാസ്സാകണമെന്ന് വിചാരിച്ച ഞാൻ ഇവിടെ കടന്നു വന്നത്. അപ്പം ഞാനും മോനും കൂടെയാണ് കടന്നു വന്നത്. മോനാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ അവനെ എക്സാമിന് വേണ്ടി എല്ലാം പഠിച്ചു. വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയൊക്കെ ഉണ്ടായി. 2024 ജാനുവരി 27 ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി നന്നായിട്ട് ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ മെയ് 2 മോന് എക്സാമായി. ഞങ്ങൾ രണ്ടുപേരും കഠിനമായിട്ട് പ്രാർത്ഥിച്ചു. ഈശോയോടും പരിശുദ്ധ അമ്മയോടും കഠിനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൻ ആദ്യത്തെ പരീക്ഷ വലിയ കുഴപ്പമില്ലാതെ പോയി. രണ്ടാമത്തെ പരീക്ഷ ഓഡിറ്റായിരുന്നു. അവന് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അവൻ വന്ന് സങ്കടപ്പെട്ടു. ഇങ്ങനെ കട്ടിലൊക്കെ ഇങ്ങനെ കിടന്നു ഇരുന്നും വളരെ സങ്കടപ്പെട്ടിരുന്നു. അപ്പം ഞാനും കൂടെ അവൻ്റെ കൂടെ സങ്കടപ്പെട്ടാൽ അവൻ ഒത്തിരി സങ്കടമാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവനെ ധൈര്യം പകർന്നു കൊടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞു, സാരമില്ല പോട്ടെ, എല്ലാം ദൈവഹിതമല്ലേ എന്ന് പറഞ്ഞ് അവന് ആശ്വാസം പകർന്നു കൊടുത്തു. എങ്കിലും ആ രാത്രിയിൽ എനിക്ക് ഒട്ടും ഉറങ്ങാൻ സാധിച്ചില്ല. ഞാനും വളരെയധികം പ്രയാസം അനുഭവിച്ചു. പിറ്റേന്ന് ഞങ്ങളിതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മാത്യു വയലാമണ്ണിലച്ഛൻ്റെ ഒരു ഡെയിലി ബ്ലെസ്സിങ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അച്ഛൻ്റെ വചനം അന്നത്തെ ഇതായിരുന്നു, നിങ്ങൾ കൃപാസനത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കുക. ആ ഒരു വചനം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. അപ്പോൾ ഞാൻ മോനോട് എന്ന് പറഞ്ഞു, നമ്മൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, നമ്മുടെ കൂടെ കൃപാസനം അമ്മയുണ്ട്. നീ ആ എഴുതാത്ത വിഷയത്തെപ്പറ്റി സങ്കടപ്പെടാതെ ഇനി എഴുതാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പഠിക്കുക. അങ്ങനെ അവന് ബാക്കി എല്ലാ സബ്ജക്റ്റും ഒരുവിധം നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചു. എന്നാൽ ആ ഓഡിറ്റ് എന്ന വിഷയം അവന് ഭയങ്കര പാടായിരുന്നു. അതിനെ ജയിക്കുമെന്ന് വിചാരിച്ചതുമല്ല. അങ്ങനെ റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ നോക്കിയിരുന്നു. ഇതിനിടയിൽ അവനൊരു ചെറിയ ജോലി കിട്ടിയായിരുന്നു. അതിന് അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ജൂലൈ 11 സിയുടെ റിസൾട്ട് വരികയായിരുന്നു. രാവിലെ ഇവൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഇന്ന് 10 മണിയാകുമ്പോൾ റിസൾട്ട് വരും. പക്ഷേ ഞാൻ നോക്കുന്നില്ല, ഞാൻ പോയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് നോക്കാം. അങ്ങനെ ഇവൻ 6:30 വന്നു. അന്ന് രാവിലെ ഞാൻ എൻ്റെ മകളെയും കൊണ്ട് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഓർത്തു, ദൈവമേ ഇന്ന് കുഞ്ഞിൻ്റെ റിസൾട്ട് വന്നിട്ട് എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ഒരു ചാപ്പൽ കാണാനിടയായി. ഞാൻ ഡോക്ടറെ കണ്ടതിന് ശേഷം ആ ചാപ്പലിൽ കയറി മാതാവിൻ്റെയും ഈശോയുടെയും ഒക്കെ രൂപം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കമന്ന് വീണ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇന്ന് എന്നെ സങ്കടപ്പെടുത്തല്ലേ മാതാവേന്ന്. പിന്നെ ഒരു വചനം അവിടെ ഇങ്ങനെ നിവർന്നിരിക്കുകയായിരുന്നു. 91, 92, 93, 94 ഇങ്ങനത്തെ പേജുകളടങ്ങിയ ഒരു വചനമായിരുന്നു. പക്ഷേ 92 സങ്കീർത്തനത്തിലേക്കാണ് എൻ്റെ കണ്ണുകൾ പോയത്. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. ആ ഒരു വചനം കേട്ടപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി എൻ്റെ മകന് 100% ഈ CA എക്സാം പാസ്സാകുമെന്ന്. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. 6:30 മകൻ കടന്നു വന്നു. ഞാൻ പറഞ്ഞു, മോനെ നീ റിസൾട്ട് നോക്കുന്നില്ലേ? അപ്പോൾ ഇവൻ അത് കേൾക്കാതെ തന്നെ പോയി കുളിച്ച് ചായ കുടിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നീ റിസൾട്ട് നോക്കുന്നില്ലേ കുഞ്ഞെ? അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ലമ്മേ നമുക്ക് പ്രാർത്ഥിക്കാം, തിരി കത്തിച്ച് മാതാവിൻ്റെ അടുക്ക പോയി പ്രാർത്ഥിച്ച് കുടുംബ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കാം. അങ്ങനെ ഞങ്ങൾ 8 മണിയായപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി റിസൾട്ട് നോക്കി. അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഞാൻ മുറുകെ പിടിച്ചേക്കുമായിരുന്നു. ഞാൻ കണ്ണടച്ചുകൊണ്ട് തന്നെ ഇരുന്നുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ രാത്രിയിൽ നീ എന്നെ സങ്കടപ്പെടുത്തല്ലേ, ഞങ്ങൾക്ക് സന്തോഷിപ്പാനുള്ള കൃപ തരണമേ എന്ന്. കാരണം മാതാവിനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഇവൻ്റെ എക്സാം കഴിഞ്ഞിട്ട് അത്ഭുതകരമായ വിജയം നീ തരണമേ എന്ന്.
പക്ഷേ ഇന്ന് ഞാൻ ആ ഹോസ്പിറ്റൽ ചാപ്പലിൽ കയറിയ വചനവും എനിക്ക് അതുതന്നെയായിരുന്നു, അത്ഭുത പ്രവൃത്തികൾ എന്നെ ആനന്ദഗീതം ആലപിച്ചുവെന്ന്. അതുകൊണ്ട് അത്ഭുത വിജയം തരണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കുഞ്ഞ് റിസൾട്ട് നോക്കിയപ്പോൾ അവന് മകളും കൂടെ ഉണ്ടായിരുന്നു. അവൾ വലിയ കയ്യടിയോടെ ഉച്ചത്തിൽ നിലവിളിച്ചു, അമ്മേ ജിത്തു പാസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ അടുക്ക് ചെന്ന് മുട്ടുകുത്തി കരഞ്ഞ് അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ ആങ്ങളയുടെ മകന് ഒരു കല്യാണം നടക്കുന്നില്ലായിരുന്നു. അവന് ഇപ്പോൾ 31 വയസ്സായി. 2 വർഷം കൊണ്ട് അവന് കല്യാണാലോചനയാണ്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ അവൻ ബഹറിൽ ജോലി ചെയ്യുകയാണ്. ഞാനപ്പോൾ അവനോട് പറഞ്ഞു, നീ എപ്പോൾ ഇനി നാട്ടിൽ വന്നാലും കൃപാസനത്തിൽ നമുക്കൊന്ന് പോകണം, അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കണമെന്ന്. അവനൊരു എമർജൻസി ലീവിന് ഒരു മാമോദീസയുടെ ആവശ്യത്തിന് വേണ്ടി 20 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്നു. അപ്പോൾ ഞാൻ അവനെയും കൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ചു. അവൻ തിരിച്ചു പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ കല്യാണം എല്ലാം ഉറപ്പിച്ചു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാക്കുറപ്പിച്ച് വെച്ചേക്കുകയാണ്. ഈ നവംബറിൽ അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ കല്യാണമാണ്. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ ചേച്ചിയുടെ മോനും മകളും അമേരിക്കയിലാണ്. അവർ 7 വർഷമായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ആ കുട്ടിക്ക് RN എന്ന എക്സാം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പലതവണ ഇങ്ങനെ എക്സാം എഴുതുകയുണ്ടായി. അപ്പോൾ ഈ ഫെബ്രുവരിയിലെ എക്സാമിന് മോൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ആൻറ്റി എനിക്ക് ഒരു കാര്യം ആൻറ്റിയോട് പറയാനുണ്ട്. ഇതുപോലെ ചിഞ്ചു മോൾക്ക് എക്സാമാണ്, ഇതുവരെ ഞാൻ ആൻറ്റിയോട് പറഞ്ഞിട്ടില്ല, അപ്പോൾ ആൻറ്റി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട മാത്രമേ ഞാൻ പറഞ്ഞു, മോനെ ആൻറ്റി പ്രാർത്ഥിക്കാം. ഇത്രയും നാളും എഴുതിയ എക്സാം പോലെ അല്ലായിരിക്കും അവൾ ഈ പ്രാവശ്യം എഴുതുന്ന എക്സാം. കാരണം ആൻറ്റി കൃപാസന അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ആൻറ്റി അമ്മയോട് പ്രാർത്ഥിക്കുക, അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും മോള് ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം, എപ്പോൾ നാട്ടിൽ വന്നാലും കൃപാസന അമ്മയുടെ അടുക്കൽ നിങ്ങൾ 2 പേരും കടന്നു വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാം ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പ്രാർത്ഥനയോടൊപ്പം ഞാനും പ്രാർത്ഥിച്ചു നന്നായിട്ട്. മാതാവ് എന്നെ നാണം കെടുത്തല്ലേ, കാരണം ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്. കൃപാസന അമ്മയോട് ഞാൻ പോയി പ്രാർത്ഥിക്കാം, അപ്പോൾ ഈ പ്രാവശ്യം അവൾ ജയിക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് അമ്മ എന്നെ നാണം കെടുത്തല്ലേ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എങ്ങനെയായാലും എൻ്റെ പ്രാർത്ഥനയും അവരുടെ പ്രാർത്ഥനയും കേട്ട് തമ്പുരാൻ അവൾക്ക് നല്ല വിജയം കൊടുത്തു. അവരെ ഈ ഓഗസ്റ്റിൽ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് രോഗസൗഖ്യം കിട്ടിയതാണ്. രോഗസൗഖ്യം എന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ ഈ കാലിൻ്റെ മുട്ടിന് വേദനയുണ്ടായിരുന്നു. മുട്ടിന് വേദന, മരുന്നൊന്നും കഴിച്ചിരുന്നില്ല. ഈ ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ ചൂട് മാത്രം വെച്ചുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ആ മുട്ടിൻ്റെ ഭാഗത്ത് എനിക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുകയില്ല, നല്ല വേദനയാണ്. അത് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ കൃപാസനം പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മുട്ടിന് വേദന എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഞാനിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ മുട്ടിന് വേദനയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ എനിക്കിപ്പോൾ മുട്ടിന് വേദന ഇല്ലേ? കാരണം ചായ കുടിക്കുന്ന ഗ്ലാസിൻ്റെ ചൂടൊന്നും ഞാൻ വെക്കുന്നില്ലല്ലോ. അങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ മുട്ടിന് വേദനയില്ല. പിന്നെ എൻ്റെ ഈ ഇടത് കൈയുടെ വിരലിൻ്റെ ഈ ഭാഗത്ത് ഭയങ്കര വേദനയായിരുന്നു. ഈ വിരൽ മടക്കാനും പറ്റത്തില്ല, ഈ വിരൽ ഇത്രയും മടങ്ങത്തുള്ളായിരുന്നു. അതും ഈ കൃപാസനം പള്ളിയിൽ വന്നതിന് ശേഷം മാത്രമാണ് സൗഖ്യപ്പെട്ടത്. ഞാൻ മരുന്നൊന്നും ഉപയോഗിച്ചിരുന്നില്ല. പിന്നീട് തലവേദന, ഞാൻ ചെറുപ്രായം മുതലേ തലവേദനയുടെ ആളാണ്. പെയിൻ കില്ലർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് ഒരു 8:30 രാവിലെ 8:30യുടെ വെയിൽ കൊണ്ടാൽ പോലും തലവേദനയാണ്. അപ്പം തലവേദന ഇവിടുത്തെ ഉടമ്പടി തൈലങ്ങളൊക്കെ തേച്ച് തലവേദനയ്ക്ക് ഒരുപാട് ശാന്തത വന്നു. ഞാൻ വിക്സ്, എന്നെ കാണുന്നവരെല്ലാം ചോദിക്കും, നിനക്കെന്താ തലവേദനയാണ്, വിക്സ് വാരി തേക്കുന്നല്ലോ. മോൻ എന്നോട് പറയും, അമ്മ എന്തിനാ വിക്സ് ചുമ്മാതെ ഇങ്ങനെ തേക്കുന്നേ, വിക്സ് എപ്പോഴും ഉപയോഗിക്കില്ലേ എന്ന് പറയും. പക്ഷേ വിക്സ് ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല. ഭയങ്കര തലവേദനയാണെങ്കിൽ പെയിൻ കില്ലർ ഉപയോഗിക്കും. പക്ഷേ ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വിക്സ് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, പെയിൻ കില്ലർ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അമ്മ മാതാവ് എൻ്റെ തലവേദന പൂർണ്ണമായി മാറ്റിത്തന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ധാരാളം പത്രം മേടിച്ചുകൊണ്ട് പോകും. മോൻ്റെ പരീക്ഷയുടെ ആ തലേന്ന് വന്ന് ഞാൻ 7-8 പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് മോൻ്റെ പരീക്ഷയുടെ ആ ദിവസങ്ങളിൽ തന്നെ രാവിലെ പോയി എല്ലാവർക്കും ഓരോ കെട്ട് പത്രം ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാ ദിവസവും പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ നേരത്തെ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നതിൽ ഞാൻ സന്നദ്ധത കാണിച്ചുകൊണ്ടിരുന്ന ഒരുവളാണ്. ഇപ്പോൾ അത് ഒന്നുകൂടെ തീക്ഷ്ണമായി. ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാ മാസവും പൊതിച്ചോറുണ്ടാക്കി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്നു. അവിടെ ആ വാർഡിൽ പൊതിച്ചോറ് തികയാത്തവർക്ക് അവർക്ക് ആഹാരം കഴിക്കാനുള്ള പൈസ കൊടുത്ത് സഹായിക്കുന്നു. പിന്നെ അനാഥാലയം, ഞങ്ങളുടെ അവിടെ ഒരു അമ്മമാർ മാത്രം താമസിക്കുന്ന ഒരു ആലയമുണ്ട്. അവിടെ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുകയും തുണികൾ കൊണ്ടു കൊടുക്കുകയും പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയും അവരോടൊപ്പം കുറച്ച് നേരം ചെലവഴിക്കുകയും ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു ന്യൂറോ പേഷ്യൻ്റായൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 10 വയസ്സേ ഉള്ളൂ. ഞാൻ ഈ ഉടമ്പടിയിലായ സമയം തൊട്ട് ആ മാസം തൊട്ട് ആ കുട്ടിക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു.
പിന്നെ ഓരോ ആഴ്ചയിലും ഞാനിങ്ങനെ വിചാരിക്കും, മാതാവ് ഈ ആഴ്ച ഞാൻ ആർക്കും ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. പക്ഷേ മാതാവ് ഞാൻ വിചാരിക്കുന്ന അന്നോ അതല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് ആരെയെങ്കിലും എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. നേരത്തെ എൻ്റെ വീട്ടിൽ ഭിക്ഷയ്ക്ക് വരുന്നവരോട് ഞാൻ ചോദിക്കുമായിരുന്നു, നേരത്തെ ഒന്ന് വന്നിരുന്നില്ലേ? പക്ഷേ ഇപ്പോൾ ഞാൻ വരുന്നവരോട് പറയും, ഇനി എപ്പോഴെങ്കിലും ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇവിടെ കയറാൻ മടിക്കല്ലേ, കയറി വരണേ എന്ന് പറയും. അതൊക്കെ ഈ കൃപാസനത്തിൽ വന്നതിൻ്റെയും ഉടമ്പടിയിലൂടെയും എനിക്ക് പറയാൻ പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ 3:50 എല്ലാ ദിവസവും എഴുന്നേറ്റ് ജപമാല ചൊല്ലും, ബൈബിൾ വായിക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു നോട്ട്ബുക്കിൽ എഴുതും. അങ്ങനെ ജപമാല ചൊല്ലിയതിന് ശേഷം 4-ാം ദിവരഹസ്യം ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ലത എന്ന് പറയുന്ന ഒരു ചേച്ചി ഇമ എന്ന മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ ആ ചേച്ചി അന്നേരം ഓർത്ത് 4-ാം ദിവരഹസ്യം പറഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് ഓർക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതാൻ വന്നപ്പോൾ ഞാൻ മൊബൈലെടുത്ത് വെറുതെ ഒന്ന് യൂട്യൂബ് ചാനൽ ഓണാക്കിയപ്പോൾ ഞാൻ എന്താണോ ആ സംശയം വിചാരിച്ചത്, ആ സാക്ഷ്യം ലത എന്ന ചേച്ചിയുടെ സാക്ഷ്യം തന്നെ എനിക്ക് കിട്ടി. ഞാനത് മൊത്തം വായിച്ചപ്പോൾ ആ ചേച്ചിയുടെ വീട് തിരുവനന്തപുരമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ എന്ത് മാതാവിനോട് ചോദിക്കുന്നുവോ, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മാതാവ് ഈശോയും നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നു. ഇതെല്ലാം ഉടമ്പടിയിലൂടെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ പേര് ജിത്തു. അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ജൂലൈ 11-ാം തീയതി CA എക്സാം ക്വാളിഫൈ ആയി. ഞാൻ അത്യാവശ്യം നല്ലപോലെ പഠിച്ചിട്ടായിരുന്നു എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തത്. പക്ഷേ എനിക്ക് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് പഠിച്ചൊന്നും ഓർമ്മയും വരുന്നില്ല, എനിക്കത് നല്ലപോലെ എഴുതാൻ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ വളരെയധികം ഞാൻ എല്ലാ പരീക്ഷയ്ക്കും കാശുരൂപം കൈവച്ച് അവിടെ എല്ലാം ഇട്ടിട്ടായിരുന്നു എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് ബാക്കി എല്ലാ എക്സാമും നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ ഒരു പേപ്പർ മാത്രം എനിക്ക് പാസ്സാവത്തില്ലെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് വരെ ഞാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പേപ്പറിന് ഫെയിലായിട്ടുണ്ടെങ്കിലും എല്ലാ പേപ്പറും പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഹോളിയിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യം ഈ പേപ്പർ ഒന്ന് ക്ലിയർ ആവണേ. കഴിഞ്ഞ അറ്റൻറ്റും ഞാൻ ഈ സെയിം പേപ്പറിനാണ് ഫെയിലായത്. അപ്പോൾ ഈ അറ്റൻറ്റും എനിക്ക് പഠിച്ചിട്ടും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ എക്സാം 5 മണിയാകുമ്പോൾ തീരും. ഞാൻ ഒരു 4:30 ആയപ്പോഴത്തേന് ഏകദേശം ഒരു തീരുമാനമായി, ഇനിയും പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് അടുത്ത അറ്റംപ്റ്റ് എഴുതേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഇൻവിജിലേറ്റർ അവസാനം പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇൻവിജിലേറ്ററിൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റ്, ഒരു കീ ചെയിൻ പോലെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഞാൻ ഇനിയും ഒന്നും എഴുതുന്നില്ല, ഇത്രയും മതി, എന്തായാലും ഇനി ആ പേപ്പറിന് ഞാൻ പാസ്സാവുന്നൊരു എക്സ്പെക്റ്റേഷനിൽ ഞാൻ എക്സാം ഹോൾ വീട്ടിൽ വന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഞാൻ എഴുതിയതിനകത്ത് തന്നെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പായി. അടുത്ത ദിവസത്തെ എക്സാമിന് ഞാൻ ശരിക്കും പഠിച്ചില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ എനിക്ക് എന്തോ ഒരു ധൈര്യം വന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം സെൻട്രൽ ഇലക്ഷൻ ആയതുകൊണ്ട് എക്സാം 1 മാസം പോസ്റ്റ്പോൺ ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാ വട്ടവും അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നത് വെച്ചു. പക്ഷേ പോസ്റ്റ്പോൺമെൻറ്റ് നടന്നില്ല, കറക്റ്റ് ഡേറ്റിൽ തന്നെ എക്സാം നടന്നു. അപ്പം ഞാൻ അന്ന് വൈകിട്ട് പോർഷൻസ് ഒന്നും കവറപ്പ് ആയിട്ടില്ല, റിവിഷൻ പോലും സ്റ്റാർട്ടായിട്ടില്ല. അപ്പം ഞാൻ അന്ന് വൈകിട്ട് ബൈബിൾ വായിക്കാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ തിരുവചനം ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യമാണ്. അതായത്, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിൻ്റെ നാശത്തിനായുള്ളതല്ല, പകരമോ നിൻ്റെ ക്ഷേമത്തിനായുള്ളതാണ്. അത് വായിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് മുമ്പ് ഞാനന്ന് എക്സാം ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യാം, 2 ഗ്രൂപ്പ് എഴുതണ്ടെന്നുള്ള തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ ഈ വചനം വായിച്ചതിന് ശേഷം എനിക്ക് എന്തായാലും എക്സാമിന് 2 ഗ്രൂപ്പ് അപ്ലൈ ചെയ്യണം, എങ്ങനെയായാലും അറ്റൻഡ് ചെയ്തേക്കാം, ദൈവം തന്നൊരു സൂചനയാണല്ലോ എന്നോർത്ത് ഞാൻ പഠിച്ചു. അതെല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ റിസൾട്ട് വന്നപ്പം ഇതുപോലെ തന്നെ ഞാൻ അന്ന് രാവിലെ തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ കൺട്രോളിലേ അല്ലായിരുന്നു കാര്യങ്ങൾ. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം ഈ ഒരു പേപ്പറിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എനിക്കത് കാരണം വാല്യുവേഷൻ അങ്ങനെ ആയിരിക്കും, എനിക്ക് പാസ്സാവാൻ പറ്റത്തില്ലെന്നുള്ള എക്സ്പെക്റ്റേഷനായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം എന്താണോ പാസ് മാർക്ക് വേണ്ടത്, ആ കറക്റ്റ് പാസ് മാർക്ക് എനിക്ക് ആ പേപ്പറിന് കിട്ടുകയും 2 ഗ്രൂപ്പ് എനിക്ക് ക്ലിയർ ചെയ്യാനും പറ്റി. ഇത് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കൃപയാലല്ല, അച്ഛൻ പറയുന്ന പോലെ എപ്പോഴും ഗോഡ്സ് ഗ്രേസ് ആണ്. പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിൻ്റെ തലേന്ന് ഞാൻ ഇവിടെ വന്നിരുന്നു. വൈകിട്ട് വന്നിരുന്ന് ഞാൻ 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛനെ കാണാനും എനിക്ക് സാധിച്ചിരുന്നു. അച്ഛൻ്റെയും അനുഗ്രഹം എനിക്ക് കിട്ടിയിരുന്നു. എല്ലാം അമ്മ മാതാവ് വഴി തിരുക്കുമാരൻ എനിക്ക് നേടിത്തന്നതാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അമ്മ മാതാവിന് 1000 നന്ദി. എഫേസ്യർക്കാർക്കുള്ള ലേഖനം 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. നാം ആഗ്രഹിക്കുന്നതിലും അധികം തരാൻ കഴിവുള്ള തമ്പുരാൻ്റെ നിറച്ചളന്ന്
നമ്മുടെ മടിയിൽ ഇട്ട് തരുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്താണ് നാം വന്ന് നിൽക്കുന്നത്. കൃപാസനത്തിലെ ശുശ്രൂഷകളിൽ വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്ന മക്കളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ജപമാലകളുടെ ആസ്തി ഈ കൃപാസനത്തിലുണ്ട്. ഇതുതന്നെയാണ് നാം ഇന്നിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴും നമ്മുടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ നമുക്ക് മുൻപേ ചെയ്തിട്ടുള്ള ഒത്തിരിയേറെ വ്യക്തികളുടെ ത്യാഗപ്രവർത്തനങ്ങൾ അത് നമുക്ക് ഈ കൃപാസന മണ്ണിൽ നാം കാലെടുത്ത് വയ്ക്കുമ്പോഴേ നമുക്ക് ആ കൃപകളിലും കൂടി നാം പങ്കുകാരാവുകയാണ്. അങ്ങനെയാണ് ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെ കർത്താവിനോടൊത്ത് ജീവിക്കുവാനായിട്ട് മനസ്സും ശരീരവും ഹൃദയവും ഒന്നിച്ച് ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതം ആരംഭിക്കുകയും ചെയ്ത് ഇവിടെ ഈ മകനും ഉടമ്പടി എടുത്തതാണ്. അതിനുശേഷമാണ് അമ്മ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി ജീവിതം മക്കളും നയിക്കുന്നു, മാതാപിതാക്കളും നയിക്കുന്നു. ആ ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത, അതിലൂടെ അവർക്ക് കിട്ടുന്ന കൃപകൾ. ഇവിടെ ഇന്ന് ഈ മകന് തൻ്റെ CA എക്സാം ആദ്യത്തെ റിസൾട്ട് തനിക്ക് അനുകൂലമായിരുന്നില്ലെങ്കിൽ രണ്ടാമത്തെ റിസൾട്ടിൽ തനിക്ക് എങ്ങനെ പാസ്സാകാൻ കഴിഞ്ഞു? അതും ഒത്തിരി ടഫായിരുന്ന ഒരു എക്സാം. ആ എക്സാമിന് തനിക്ക് ഏറ്റവും ഉചിതമായ മാർക്ക് തന്നെ തന്ന് തനിക്ക് പരിശുദ്ധ അമ്മ തന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുന്ന ഈ മക്കളോടൊപ്പം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.